ഓക്കെ, ഞാൻ ഇപ്പോഴും യാത്രയിലാണ്. യാത്രയൊന്നും അവസാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പുതിയൊരു പാഠം എൻ്റെ അടുക്കുന്ന ഞാൻ കണ്ടുവച്ച്. പാഠത്തിൻ്റെ പേരാണ് റെഡോക്സ് റിയാക്ഷൻസ്. എളുപ്പയിലെ പാഠമാണ്. പക്ഷേങ്കിൽ എളുപ്പയിലെ പാഠങ്ങളിൽ ഞാൻ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. കാരണം നിങ്ങൾ സൂചിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം എന്താ പറയേണ്ടത്, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ധൈര്യപൂർവ്വം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ എക്സസൈസസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ വിചാരിക്കൂ ഓക്സിഡേഷൻ നമ്പറിൽ എഴുതുന്നുണ്ട്, വളരെ എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇതൊക്കെ ഫുള്ള് സ്പെഷ്യൽ കേസ്. നിങ്ങൾ നോർമലി ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്ന ഇത് കാര്യം നടക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഓക്സിഡേഷൻ നമ്പറിൻ്റെ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ തറവാക്കേണ്ടിയിട്ടില്ല. ഞാൻ എത്ര 1 2 3 4 5 6 7 8 എക്സാമ്പിൾസ് ചെയ്യിപ്പിക്കാൻ പോകും. അതും കഴിഞ്ഞിട്ട് ഇനിയുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ഇനി തറവാണ്. ഇതിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതുവരെ ചിലപ്പോൾ എളുപ്പമില്ലെന്ന് പറയേണ്ടത്, ഇപ്പോൾ H2O ഹൈഡ്രജൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് -2 ഇത് +1 ഇതുപോലത്തെ വളരെ എളുപ്പമില്ലായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇതൊന്നും ഞാൻ എളുപ്പമില്ല ക്വസ്റ്റ്യൻസ് ഒന്നല്ല ചെയ്യിപ്പിക്കുന്നത്, ഇതിൽ തന്നെ ടഫായില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോമ്പൗണ്ട് നോക്കാം. NaH2PO4. ഇതിൽ പറഞ്ഞിരിക്കുന്ന അണ്ടർലൈൻഡ് എലമെൻ്റാണ്. അപ്പോൾ അണ്ടർലൈൻഡ് എലമെൻറ്റ് നോക്കാം. ഇവിടെ ഫോസ്ഫറസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ NaH2PO4 എടുത്ത് നമുക്ക് നോർമലി അറിയാം നമ്മളെ ഓക്സിജൻ്റെത് -2 ആണ്. ഓക്സിജൻ്റെത് -2, ഹൈഡ്രജൻ പോലത്തെ പിന്നെ നമ്മളെ ഇത് സോഡിയം പോലത്തെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെല്ലാം +1 ആയി കാണിക്കും. -2 +1. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിന് -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -2 × 4 -8. അതേസമയം നമ്മൾ അറിയാത്ത എലമെൻറ്റ് നമ്മൾ എപ്പോഴും എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ആണെങ്കിലും പൊതുവെ കൊടുക്കും. ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്. ഇവിടെ H2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ +1 ആണ്. 2 എണ്ണമുണ്ട് +2. ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചോ. അടുത്തത് ഈ Na എന്നുള്ളത് +1. അപ്പോൾ ഇതിൻ്റെ നമ്മളെ റൂള് പ്രകാരം ഇതിനെല്ലാത്തിൻ്റെ ചാർജിൻ്റെ സം ആഡ് ചെയ്യുന്നപ്പോഴത്തേക്ക് നമുക്ക് 0 കിട്ടണം. അപ്പോൾ നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്ത് 1 പ്ലസ് ഈ ഹൈഡ്രജൻ 2 2. ഇത് നമുക്ക് എക്സ് അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി എക്സ്. പിന്നെ ഇവിടെ ഒരു -8 ഉണ്ട്. -8 = 0. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 1 + 2 3. 3 - 8 എത്രയാണ്? 3 - 8 ഇവിടെ 3 - 8 + x = 0. 3 - 8 -5 ആണ്. -5 + x = 0. ഈ -5 അപ്പുറത്ത് പറഞ്ഞേക്കോ. അപ്പോൾ x = +5. അപ്പോൾ അതാണ് ഫോസ്ഫറസിൻ്റെ ചാർജ് വരിക +5 എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത് കാണിച്ചു തരാം. NaHSO4 നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. ഇത് -2 ആകുമ്പോൾ ഞാൻ ഇവിടെ -8 എഴുതി താഴെ. മുകളിൽ നിങ്ങൾ -2 ചെയ്താൽ ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മുകളിൽ അതിൻ്റെ നോർമലായിട്ട് ഒരു ആറ്റം ആണെങ്കിൽ എത്ര ചാർജ് എന്ന് എഴുതും, താഴെ അത് എത്ര ആറ്റംസ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. H+ൻ്റെത് ഒറ്റയൊന്നുമില്ല. അപ്പോൾ ഇതും +1 ഇതും +1 ഇതല്ല കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ തന്നെ കൂട്ടുക. 2 - 8 = x. 2 - 8 അല്ല +x = 0. ഇതിപ്പോൾ ഇവിടെ ഒരു -6 വരും. അപ്പോൾ x = +6 എന്ന് വരും. ആ സൈനിന് അവിടെ പ്രധാനമുണ്ട്. സൈന് പ്ലസും എന്ന് പറയുക മൈനസെല്ലാം മാറിക്കഴിഞ്ഞാൽ സാധനം മാറിപ്പോയി. അപ്പോൾ ആൻസർ അവിടെ തെറ്റിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ മാത്തമാറ്റിക്കലി അവിടെ സ്ട്രോങ് ആവേണ്ടതുണ്ട്. അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ വെറുതെ എന്ന് പറയുക നമ്മളൊരു കെയർലെസ്നെസ്സിൽ നമ്മളെ മിസ്റ്റേക്ക് കാരണം നമ്മൾ മാർക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. അടുത്തത് H4P2O7. H4P2O7 ചെയ്യുന്ന സമയത്ത് H4P2O7 നമ്മൾ ഇവിടെയും ഫോസ്ഫറസിനെ കണ്ടുപിടിക്കുന്നത്. ഞാനിവിടെ കൂട്ടുക. അപ്പോൾ ഇവിടെ 7 ഓക്സിജൻ എല്ലാം ഉണ്ട്. ഇവിടെ -14 ഞാൻ എഴുതി. ഇവിടെ 4 ഇതിലുണ്ട് +4. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എവിടെയാണ് നിർത്തിയതെന്ന് അറിയാം. O7 എന്ന് പറയുമ്പോൾ -14, H4 എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ ഇവിടെ ഇത് 2 എണ്ണം ഉണ്ട്. നമ്മൾ അറിയാത്ത ക്വാണ്ടിറ്റി 2 എണ്ണം നമ്മൾ എന്തെടുക്കണം? 2x എടുക്കണം. x എടുത്താൽ പോരാ. അപ്പോൾ 4 - 14 + 2x = 0. അപ്പോൾ 4 - 14 എത്രയാണ്? -10 + 2x = 0. അപ്പോൾ എന്താ ഈ 10 -10 അപ്പുറത്തേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 2x = 10. അപ്പോൾ x = 10/2 = 5 +5 എന്ന് ആൻസർ വരും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഏത് കിട്ടുന്നത്? P2ൻ്റെ, അതായത് 2 എണ്ണത്തിന് കൂടിയിട്ടാണ്
10 എന്ന് പറയുന്ന ചാർജ് വരുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ചാർജ് എത്ര? കാരണം നമുക്ക് ഒരു ഫോസ്ഫറസിൻ്റെ ചാർജാണ് വേണ്ടത്. അപ്പോൾ ഒന്നിൻ്റെ ചാർജിൻ്റെ പകുതി +5. അടുത്തത് K2MnO4. ഓക്കെ, നല്ല കോമ്പൗണ്ടാണ് ഇത്. ഓക്സിജൻ 4 ആയതുകൊണ്ട് -8. ഇത് എന്താണ് നമ്മളെ K എന്നെല്ലാം പറയുന്നത്? എന്താ നമ്മളെ പൊട്ടാഷ്യം എന്നെല്ലാം പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആയതുകൊണ്ട് +1 ആണ്. അപ്പോൾ ഇവിടെ 2 ഇല്ലാണ്ട് +2. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ കാണുന്നുണ്ട് X. അപ്പോൾ ഇതെന്തായിരിക്കും വരിക? 2 - 8 -6. അപ്പോൾ ഇതെന്തായിരിക്കും +6. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അടുത്തത് CaO2. എന്താണ് നമുക്കിവിടെ എന്തിൻ്റെ അറിയാത്തത്? ഓക്സിജൻ്റെ അറിയാത്തത്. കാൽഷ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആയതുകൊണ്ട് അത് +2 ആയിരിക്കും വരിക. അതേസമയം ഇത് എന്താണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കേസാണ്. പൊതുവേ നമ്മൾ പറയുക ഈ ഓക്സിജൻ ആകുമ്പോൾ -2 വരും, പക്ഷേ ഇവിടെ -2 അല്ല വരും. അത് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ +2 നമ്മളെ കാൽഷ്യത്തിൻ്റെ +2 ഇത് എത്രയുണ്ട്? -2x ഈക്വൽ ടു അല്ല സോറി -2x അല്ല +2x = 0. അപ്പോൾ എന്താ ഈ 2-നപ്പുറത്തേക്ക് പറഞ്ഞു വെച്ചാൽ 2x = -2. അങ്ങനെ എഴുതുന്ന കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷേ സാരമില്ല പോട്ടെ. അപ്പോൾ x = ഈ 2 യും 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ x = -1. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസാണ് ഓക്സിജൻ്റെ എവിടെ എന്താണ് ഓക്സിജൻ്റെ -1 വരുന്ന ഒരു എന്താണ് ഓക്സിഡേഷൻ നമ്പർ വരുന്ന ഒരു കോമ്പൗണ്ടാണ് CaO2. കാൽഷ്യം ഓക്സൈഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ കേസിൽ ഓക്സിജൻ എന്തായിരിക്കും? -1 ആയിരിക്കും അതിൻ്റെ ഇത് വരിക. അടുത്തത് NaBH എന്താണ് NaBH4. നമ്മളെ ബോറോണിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ്റെത് +4, ഇത് +1. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെന്തായിരിക്കും? ഇത് +3 ആയിരിക്കും. ഓക്കെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഇൻ NaBH4 ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് എ ഹൈഡ്രജൻ ഹൈഡ്രൈഡ് അയോൺ H-, സോ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഇസ് -1. അതായത് ഇതും സ്പെഷ്യൽ കേസാണ്. നിങ്ങൾ വിചാരിക്കൂ ഇവിടെ എന്താണ് ഹൈഡ്രജന് +1 +4 ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മളെ സോഡിയത്തിന് +1 ഇട്ട് കൊടുക്കുക, അപ്പോൾ പിന്നെ ബോറോണിന് ഇട്ട് കൊടുക്കുമോ? അപ്പം ബോറോണ് -1,5 എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെ വരില്ല. കാരണം ഇങ്ങനത്തെ കേസിൽ വരുന്ന സമയത്ത് NaBH4 ഈ കേസിൽ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രൈഡ് അയോൺ ആയിട്ട്, അതായത് -1 ആയിരിക്കും അതിൻ്റെ ചാർജ് വരിക. അപ്പോൾ 4 -4. അപ്പോൾ ഇത് +1, ഇത് x ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 1 + x -4 = 0. അപ്പോൾ എത്രയാണ്? x = ഇത് 1 - 4 3 അല്ല -3. അപ്പോൾ -3 അപ്പുറത്ത് ചെയ്യുമ്പോൾ x = +3. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ കണ്ടാലും വിചാരിച്ചേ ഇതെന്തായെന്ന് അറിയാം, ഏട്ടൻ എന്താ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ഇവിടുത്തെ എല്ലാം കേസിൻ്റെ പ്രത്യേകത ഈ NaBH4 അല്ല എക്സെപ്ഷണൽ കേസ്. ഇവിടെ ഹൈഡ്രജൻ ഹൈഡ്രൈഡ് അയോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് -1 പൊതുവേ നമ്മൾ +1 എന്ന് പറഞ്ഞിട്ട് എടുക്കും. പക്ഷേ ഇവിടെ എന്താ -1 എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ്റെ സ്റ്റേറ്റ് എടുക്കണം. ഇനിയും ചിലപ്പോൾ ഇതേപോലത്തെ എന്താ കുറച്ച് കോമഡി ആയിട്ടുള്ള ട്രിക്കി എന്താണ് ക്വസ്റ്റ്യൻസിൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതിന് ആ സസ്പെൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അടുത്തത് H2O2 അല്ല H2S2 എന്താണ് ഒരു മിനിറ്റ് H2S2O7. അപ്പോൾ എന്താ ഇത് -14, ഇത് +2. അതിന് സൾഫറിനാണ് ഇടിക്കുന്നത്. സൾഫർ 2 ഉള്ളതുകൊണ്ട് 2x ഈ 2 - 14 എത്രയാണ്? -12 = 0. അപ്പോൾ 2x = 12. നമുക്ക് എന്ത് കിട്ടി? x = +6 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇത് എന്ന് പറയേണ്ടത് ഞാൻ സമയിച്ചത് എളുപ്പമില്ല ക്വസ്റ്റ്യൻ തന്നെ. അടുത്തത് KAlSO4 2.12H2O. അപ്പോൾ ഇത് കുറച്ച് ട്രിക്കി അല്ല ക്വസ്റ്റ്യൻ. കാരണം ഇവിടെ .12H2O എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് കയറ്റി നിങ്ങൾ ഈ 12 എല്ലാം പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇതെല്ലാം ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടി വരും, നിങ്ങളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലെ സംഭവമില്ലത്. അപ്പോൾ നമുക്ക് Kൻ്റെ അറിയാം K+ ആണ്, പിന്നെ ALൻ്റെത് +3 ആണ്, പിന്നെ എസ്സിൻ്റെ നമുക്ക് സൾഫറിന് അറിയില്ല, അത് x. പിന്നെന്താ O എന്ന് പറയുന്നത് -2, അത് 4 ഉണ്ട്. അപ്പോൾ നമ്മൾ -8 എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ ട്വൈസ് ഉണ്ട്. അപ്പോൾ പിന്നെ × 12H2O നമ്മളെ ഹൈഡ്രജൻ്റെ +1, അപ്പോൾ ഇവിടെ ഒരു +2 വരും, ഇവിടെ -2 ഉണ്ടാവും. അപ്പോൾ ഇത് 1 × +1 നമ്മളെ പൊട്ടാഷ്യം ഒരു എലമെൻറ്റിലുണ്ട്. 1 × +1 പ്ലസ് 1 × +3 നമ്മൾ കാണുന്നുണ്ടല്ലോ, +3 1 × +3 പ്ലസ് എന്താണ് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്തായി സംഭവം എന്നില്ലത്? അതായത് ഇവിടെ 2 ഈ മോളിക്യൂൽ ഇല്ലോണ്ട് 2 ×
ഇതിപ്പോൾ എക്സ് മൈനസ് ടു അല്ലേ? ആ എക്സ് മൈനസ് ഇത് മൈനസ് ടു, പക്ഷേ ഇവിടെ 4 ഇതിലുണ്ട് -8 വരും. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ് കോമൺ. അപ്പോൾ ഇതിനെ ഞാൻ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2x മൈനസ് 2 ഇൻറ്റു -8 അങ്ങനെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്. 2x എന്താണ് +8 ഇൻറ്റു -2. ഓക്കെ, അവരെന്താ പറയുക, ഇവിടെയില്ല മൈനസിന് ഇങ്ങോട്ടേക്ക് എടുത്തുന്നില്ല, അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ -2 ഇൻറ്റു 8, അപ്പോൾ -2 + 8. ഓക്കെ, ഇപ്പോൾ റെഡിയായി. 2x ഇൻറ്റു -2 ഇൻറ്റു 8. എനിക്കും കുറച്ച് കൺഫ്യൂസ് ആയി പോകണ്ടല്ലോ ഇതപ്പോൾ. 2x + 8 ഇൻറ്റു -2 പ്ലസ് 12 ഇൻറ്റു 2 ഇൻറ്റു 1. ഈ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ഹൈഡ്രജന് പ്ലസ് -2. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഒരു 2 കിട്ടും, ഇവിടെ ഒരു -2 കിട്ടും. ഈ 2 ഇൻറ്റും കൂടി ക്യാൻസൽ ചെയ്ത് 0 ആയിപ്പോവും. അപ്പോൾ 12 ഇൻറ്റു 0 എന്ന് പറയുന്നത് അതൊന്ന് 0 ആയിപ്പോൾ. അപ്പോൾ ഈ ടേം ഇവിടെ കംപ്ലീറ്റും ക്യാൻസലായി, അതിനി ആവശ്യമില്ല. ഇത് മാത്രം നമുക്ക് കൂട്ടാം. അപ്പോൾ 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു 3 3. അപ്പോൾ 1 + 3 എത്ര? 4. അതേപോലെ 2x ഉണ്ട്, പിന്നെ 8 ഇൻറ്റു -2 അപ്പോൾ -16. അപ്പോൾ 4 + 2x - 16 = 0. അപ്പോൾ 4 - 16 -12 അപ്പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ +12. അപ്പോൾ 2x = 12, x = +6. ഇത് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുറച്ച് ഇവിടെ മൾട്ടിപ്ലിക്കേഷനെല്ലാം വരുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ കോമ്പൗണ്ട് എന്താണ്, 2 പ്രാവശ്യം തന്നിട്ടുണ്ടെങ്കിൽ ട്വൈസ് തന്നിട്ടുണ്ട്, ആ 2 കൊണ്ട് എന്ത് ചെയ്യണം, ആ ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ 12 വെച്ചിട്ട് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 12 ഇൻറ്റു എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ ചാർജസിൻ്റെ പ്രൊഡക്റ്റ് ഇതിൻ്റെ ചാർജസിൻ്റെ പ്രൊഡക്റ്റ് നോർമലായിട്ട് എടുക്കുക, ചാർജസിൻ്റെ സമ്മ് നോർമലായിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ആയിട്ടിൽ ഇത് 12 എന്താണ് മൾട്ടിപ്ലിക്കേഷനല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, 12 കൂടി ഇതിൽ മൾട്ടിപ്ലൈ. ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം ഇവിടെ മൊത്തം 0 ആയിപ്പോയി. പക്ഷേ എന്താണ്, എല്ലാ കേസിലും ചിലപ്പോൾ 0 ആവണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എന്താണ് ചിലപ്പോൾ ചിലപ്പോൾ ഒരു -1 എന്നെല്ലാം പറയുന്ന എന്തെങ്കിലും ഒരു വാല്യൂയിൽ ചിലപ്പോൾ ഉണ്ടാവാം. അത് നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത്. ഈ എക്സാമ്പിൾ പക്ഷേ എന്താ, ഇത് ചെയ്തപ്പോൾ ഇവിടെ 2 - 2 0 ആയിപ്പോയി. അപ്പോൾ എനി നമ്പർ ഇൻറ്റു 0 = 0. അപ്പോൾ ഈ ക്വാണ്ടിറ്റീനോട് പ്രസക്തിയില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, x = +6. അതാ പറയുന്നത്, ഇതൊന്നും കാണുന്നത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എക്സാമിന് വന്നു കഴിഞ്ഞാൽ 2 മാർക്കിനായിരിക്കും വരിക, 2 എക്സാമ്പിളാണ് തെറ്റുക. പക്ഷേ ഇതെല്ലാം നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, നോട്ട് H2O is a neutral molecule, therefore sum of oxidation numbers of all atoms in H2O is 0. Hence the oxidation number of sulfur in KAlSO4 twice .12H2O is +6. അടുത്തത് എന്ന് പറയേണ്ടത്, ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും നേരം എന്ന് പറയുന്നത് കുറച്ച് കോമഡി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കണ്ടത്. ഇനി ഇതിലും വലിയ കോമഡിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വാട്ട് ആർ ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ദ അണ്ടർലൈൻഡ് എലമെൻറ്റ്സ്? നിങ്ങളെ കൊണ്ടെന്ന് പറയുക, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടത് പരമാവധി നിങ്ങളെന്താ പറയുക വെറൈറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. KI3ൻ്റെ പ്രത്യേകത, ഇത് +1, നമ്മളെ ഹാലജൻ ഫാമിലി എല്ലാം -1 കാണിക്കും. അപ്പോൾ എന്താണ്, ഇത് -3 വരും. അപ്പോൾ 1 ഇൻറ്റു 1 + 3x, കാരണം 3 ആണല്ലോ. ഓക്കെ, ഇത് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഇത് എക്സ് ആയിട്ട് എടുക്കാം, കാരണം കണ്ടുപിടിക്കാൻ അതാണല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എക്സ് ആയിട്ട് എടുത്താൽ അപ്പോൾ +3x = 0. അപ്പോൾ x = എത്രയാണ്, ഈ 1 ഇൻറ്റു 1 1 ആണ്. അപ്പോൾ ഈ 1ന് ഇപ്പുറത്തേക്ക് പറഞ്ഞപ്പോൾ -1 ആവും. അപ്പോൾ 3x = -1 വരൂ, x = -1/3. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് therefore the average, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും ആൻസർ, പക്ഷേ ഇത് ആൻസർ അല്ല. അതിൻ്റെ ട്വിസ്റ്റ് ഇപ്പം കഥയിലിപ്പം വരാൻ പോകുന്നല്ലോ. therefore the average oxidation number of I is -1/3. ഇറ്റ് ഈസ് റോങ്. കണ്ട, അവിടെ ഇറ്റ് ഈസ് റോങ് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എഴുതുന്നത് നമുക്ക് എന്ത് കിട്ടില്ല, ക്വസ്റ്റിൻ്റെ മാർക്ക് നമുക്ക് കിട്ടുമല്ലോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ. ഇത് തെറ്റാണ്. ബിക്കോസ് ഓക്സിഡേഷൻ നമ്പർ കനോട്ട് ബി ഫ്രാക്ഷണൽ. എന്തുകൊണ്ട് ഇത് തെറ്റാണ്, കാരണം നമ്മളെ റൂൾസ് പഠിക്കുന്നുണ്ട്, ഓക്സിഡേഷൻ നമ്പർ കൻ നെവർ ബി ഫ്രാക്ഷണൽ എന്ന് പഠിക്കുന്നുണ്ട്. ലെറ്റ് us കൺസിഡർ ദ സ്ട്രക്ചർ ഓഫ് KI3. അപ്പോൾ എന്താ നമ്മളെ സ്ട്രക്ചർ ഇവിടെ ഇങ്ങനത്തെ കേസസിലല്ല, ഇങ്ങനെ ഫ്രാക്ഷനെല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കണം, ആ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എടുക്കണം. അപ്പോൾ ഇതാണ് KI3ൻ്റെ സ്ട്രക്ചർ. I പിന്നെ ഒരു I എന്താണ് കോർഡിനേറ്റ് ബോണ്ട്, ഇങ്ങോട്ടേക്ക് എന്താണ് ഒരു കോർഡിനേറ്റ് ബോണ്ട് അങ്ങോട്ടേക്ക് വലിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ് ബോണ്ട് എന്താണെന്ന് ആക്ച്വലി നിങ്ങൾ ഇപ്പോൾ +2 കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. +2 കെമിസ്ട്രിയിൽ നിങ്ങൾ 5ാമത്തെ ചാപ്റ്ററിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കുക. അതിലാണ് ഈ കോർഡിനേറ്റ് ബോണ്ടിനെ പറ്റി പഠിക്കുന്നത്. പക്ഷേ തൽക്കാലം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടായില്ല, ഇത് ഇവിടെ എന്താണ് -1 ഉണ്ട്, ഇത് പുറത്ത് +1, ഇത് -1, കംപ്ലീറ്റ് ചാർജ് ബാലൻസ് ആവുന്ന രീതിയിൽ K+1 -1 0.
ഇൻ ദി സ്ട്രക്ചർ എ കോർഡിനേറ്റ് ബോണ്ട് ഇസ് ഫോംഡ് ബിറ്റ്വീൻ I2 മോളിക്യൂൾ ആൻഡ് I മൈനസ്. ഇത് ആക്ച്വലി I2 ആണ്, ഇത് I മൈനസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ്, ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഹെൻസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് 3 I ആറ്റംസ് ഇൻ KI3 ആർ. അതായത് ഇതെങ്ങനെ, ഇത് I3 എന്ന് പറയുന്ന ഒറ്റ സ്ട്രക്ചറായിട്ടല്ല നിൽക്കുന്നത്. I2 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും അതേപോലെ I മൈനസ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, I3 എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം എലമെൻ്റൽ സ്റ്റേറ്റിൽ എന്താണ് ഈ അയോഡിൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റിൽ ഏതൊരു എന്താണ് ഒരു ഞാൻ പറഞ്ഞിരുന്നത്, ഏതൊരു ആറ്റത്തിൻ്റെയോ എലമെൻ്റൽ സ്റ്റേജിൽ, അതായത് ഇതിങ്ങനെ ഒറ്റ കോമ്പൗണ്ട്, അതായത് ഒറ്റൊരു സിംഗിൾ ടേമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ചാർജ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 I ഇല്ലോണ്ട് എന്താണ് 0 0, രണ്ടെണ്ണത്തിന് 0 ആയിരിക്കും, കാരണം എലമെൻ്റൽ സ്റ്റേറ്റിലാണ്. അതേപോലെ ഒരു -1 ഉണ്ടാവും, -1. അപ്പോൾ ബേസിക്കലി അവർ പറഞ്ഞു തരുന്നത് ഇപ്പോൾ KI മൈനസ് പ്ലസ്, ഇതിപ്പോൾ 1 - 1 0 ആണല്ലോ, +1 - 1 0. അപ്പോൾ ഇവർ പറഞ്ഞു തരുന്നത് ഈ I3യിൽ ഈ 2 ഇത് വെറും വേസ്റ്റ്, ഇതിനെക്കൊണ്ട് കാര്യമില്ല. ഇതെന്താ, ഇത് എലമെൻ്റ് സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് ആകെ എന്ന് പറയേണ്ടത് ഈ കോർഡിനേറ്റ് ഇവർ വെറും എന്ന് പറയേണ്ടത് വെറും മാടിയന്മാർ, ഇവരെ കൊണ്ട് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഈ 2 പേരും അടക്കം പണിയെടുക്കുന്നവരാ ഈ I മൈനസ് എന്ന് പറയുന്ന ഒറ്റൊരാൾ മാത്രമാണ്. അപ്പോൾ ഫലത്ത് പറയുകയാണെങ്കിൽ ഇത് KI എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് ആക്ച്വലി എഫക്റ്റീവ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ KI3 എന്ന് എഴുതും, പക്ഷേങ്കിൽ എന്താ അത് ആക്ച്വലി എഫക്റ്റീവ്ലി എന്താണ് ഫലത്തിൽ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിട്ടാണ്. അപ്പോൾ ഈ I മൈനസ് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഇങ്ങോട്ടേക്ക് വലിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ 2 പേര് ഇങ്ങനെ വരാൻ കാരണം. അല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല, ഇവർ ഈ കോമ്പൗണ്ടിൽ നിന്ന് എന്നേ പുറത്തായി പോകേണ്ടതായിരുന്നു. പക്ഷേ ഇയാൾ കനിയുന്നുണ്ട്, ഇയാൾക്ക് കുറച്ചും കൂടി എന്താണ് ഒന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, അത് K3 ആയിട്ടും I3 ആയിട്ടും നിൽക്കാൻ പറ്റുന്നുണ്ട് മാത്രം. ദിസ് ഈസ് ദ ഓൺലി പാർട്ട് കോൺട്രിബ്യൂട്ടിങ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഈ 2 പേർക്ക് ഒരു സ്ഥാനമില്ല. ഇവർ വെറും മടിയന്മാറ, ഇവരെ കൊണ്ട് എന്താണ് ഒരു പേരില്ലാത്ത 2 ആൾക്കാരായത്. അപ്പോൾ എന്താ എൻ്റെ കാലും വേദനയാണ്. അടുത്തത് H2S4O6. അപ്പോൾ എവിടെ പോയി, ലെറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ബി X. ഓക്കെ, ഇത് എന്താണ് -2. അപ്പോൾ ഇത് -6 ഉണ്ടാവും, അല്ല സോറി -6 അല്ല, -12 ഉണ്ടാവും. ഇത് +2 ഉണ്ട്, ഇത് 4x ഉണ്ട്. അപ്പോൾ 2 × 1 2 + 4x + 6 × -2 -12 വരും =0. അപ്പോൾ 4x = 10 വരും, x = 10/4. പക്ഷേ നമ്മൾ പഠിച്ചല്ലോ ഫ്രാക്ഷൻ വരാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ സ്ട്രക്ചർ നോക്കണോ. അപ്പോൾ നമ്മൾ H2S4 അങ്ങനെയല്ലേ, H2S4O6 അതിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും വരിക. HO S ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O S ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് OH. അതായത് ഈ OH ഇങ്ങനെ എഴുതിയത് ഇവിടെ ഒരു OH. ഇവിടെ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഇൻ H2S4O6 the oxidation number of each of 2 sulfur atoms which is linked with the other by a single bond in the center. അതായത് ഈ 2 ആൾക്കാർ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ട് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഇതിന് നിങ്ങൾ 2 സെപ്പറേറ്റ് മോളിക്യൂളായിട്ട് കൺസിഡർ ചെയ്യുക തൽക്കാലത്തേക്ക്. ഈ സൾഫർ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ട്, ഇവിടുത്തെ സൾഫർ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ ബൈ എ സിംഗിൾ ബോണ്ട്. ഇതിൻ്റെ സെൻറ്റർ 0. ഇവർ പറഞ്ഞു വരുന്നത് ഈ നടുക്കത്തെ 2 സൾഫറിൻ്റെയും ചാർജ് എന്താ 0 ആണ്. ഇവർക്ക് എന്തില്ല, ഇത് ചാർജ് കോൺട്രിബ്യൂഷനിൽ ഒരു കോൺട്രിബ്യൂഷനുകൾ ചെയ്യുന്നില്ല ചാർജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ 2 പേരും 0 ആയിരിക്കും. അപ്പോൾ ആൻഡ് ഈച്ച് ഓഫ് ദ റിമൈനിങ്, അതായത് ഈ 4 എണ്ണത്തിൽ 4 സൾഫറിൽ 2 സൾഫറിന് എന്തില്ല, എന്താണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവർ 2 പേരും 0. അതിൽ ബാക്കിയായിട്ടില്ല 2 ആൾക്കാരുണ്ട്, S2 അതായത് 2 ഇവർക്ക് നോ കോൺട്രിബ്യൂഷൻ. അതേപോലെ ബാക്കിയായിട്ടില്ല 2 പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ആൾക്കാർ എത്രയാ, +5 എന്ന് പറഞ്ഞിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹെൻസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് 4 സൾഫർ ആറ്റംസ് ഈസ് എന്താണ് +5 0 0 ആൻഡ് +5 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത കണ്ട, ഇവിടെ നമുക്ക് എന്താണ് ഇപ്പം 4 സൾഫർ ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെ ചാർജ് ഇന്നേതാണെന്നും പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. 4 എണ്ണത്തിനും അതിൻ്റേതായ ഒരു ചാർജിൽ ഇതുണ്ട്. അപ്പോൾ നമുക്ക് എന്താ, വി കനോട്ട് സേ ദാറ്റ് ദീസ് 4 ഹാവ് ഈക്വൽ ചാർജസ്. ഈ 4 സൾഫർ മോളിക്യൂൾസിനോ അല്ല സൾഫർ ആറ്റംസിനും എന്താണ് സെയിം ആയിട്ടുള്ള ചാർജ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ ചുരുക്കം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെങ്ങനെ ഇതിന് +5 വന്നതെന്നില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇതിപ്പോൾ ഓക്സിജൻ്റെത് ഇവിടെ -2 ഉണ്ട്, ഇവിടെയോ ഒരു -2 ഉണ്ട്. അതേസമയം ഇവിടെ -2, ഇവിടെ ഒരു +1 ഉണ്ട്. അപ്പോൾ ഇവിടെ ഫലത്തിൽ നോക്കുന്ന സമയത്ത് 1 - 2 എത്രയാണ്, -1.
അപ്പോൾ സൾഫറിന് ചുറ്റും എന്തുണ്ട് -2 -2 -2 അല്ല -2 -1 -2. അപ്പോൾ -2 -1 -2 എത്രയായി -5 ആയി. അപ്പോൾ ഈ -5നെ ബാലൻസ് ചെയ്യാൻ എന്ത് വേണം +5 വേണം. എന്നാൽ ഈ പറയുന്ന ഇത്രയും ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന ഇത്രയും ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ചാർജ് 0 ആവും. അപ്പോൾ -5 +5 അതുകൊണ്ട് അതിനിവിടെ +5 വന്നത്. അതേ സ്ഥിതിയാണല്ലോ ഇവിടെയും -2 ഇവിടെയും ഓക്സിജന് -2 ഇവിടെ -2 ഇവിടെ +1. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ടും കൂടിയിട്ട് എഫക്റ്റീവ്ലി -1 നിൽക്കും. അപ്പോൾ -2 -2 -4 പിന്നെ ഒരു -1 ഉണ്ട്. അപ്പോൾ ഇവിടെ -5 ടോട്ടൽ വന്ന് അപ്പോൾ അതിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ സൾഫർ എന്തായേ പറ്റും +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നേ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ഒരു എന്താ പറയുക എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് എത്ര ഞാൻ നേരെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതാണ് ആലോചിക്കേണ്ടത് എത്രമാത്രം നമ്മൾ ആ കോൺസെപ്റ്റ് എന്താണ് ഡീപ്പായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഈ രണ്ടെണ്ണത്തിന് 0 ആണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ +5 എന്ന് ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ സൾഫറിന് +5 എന്ന് നിങ്ങൾ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കണം. വെറുതെ ഈ തിയറി വായിച്ച് പോക്കല്ല, അതിന് പിന്നിലുള്ള ആ ലോജിക്ക് മനസ്സിലാക്കണം. ഇവിടെ ഇത് -2 ഇത് -2 ആ പിന്നെ ഇത് -2 +1. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എഫക്റ്റീവ്ലി -1 നിൽക്കും. അപ്പോൾ ഈ 3 കോമ്പൗണ്ടും ചേർന്നിട്ട് അതായത് 3 ഞാൻ ഈ ട്രയാങ്കിൾ പോലെ കാണുന്നുണ്ടോ ഇതും കൂടി ചേർന്നിട്ട് -5 അപ്പോൾ സൾഫർ എന്തായാലും നിർബന്ധമായിട്ടും +5 ആയാൽ പറ്റും. അതേ സ്ഥിതി ഇവിടെയും കൂടിയിട്ട് -5 അപ്പോൾ ഇവിടെ ഇല്ല സൾഫർ +5 ആവണം. സോ ആ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 1 +5 ബാക്കി 2 0 പിന്നെ 4ാമത്തേത് +5 ആയി മാറിയത്. ഫസ്റ്റ് ആൻഡ് ഫോർത്ത് സൾഫർ ഇസ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സൾഫർ ഇസ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത്ര എന്താണ് നമ്മൾ ഡീപ്പായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇവിടെയാണ് സ്ട്രക്ചറിൻ്റെ ഒരു ഇത് വരുന്നത്. നിങ്ങൾക്ക് വെറുതെ ഈ കോമ്പൗണ്ട് ഇങ്ങനെ അത് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ നോർമലായിട്ട് എഴുതി കഴിഞ്ഞാൽ ആൽജിബ്രിക്ക് എഴുതി കഴിഞ്ഞാൽ ആൻസർ 2.5 എന്നല്ല കിട്ടും. പക്ഷേ പ്രാക്ടിക്കലി 2.5 എന്ന് പറയുന്ന ചാർജ് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിർബന്ധമായിട്ട് കംപ്ലീറ്റ് സ്ട്രക്ചർ വരച്ചിട്ട് തന്നെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ആ മെത്തേഡിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അടുത്തത് Fe3O4. ഞാനത് റെഡോക്സിഡേഷൻസ് ആയിട്ട് പോലും എനിക്ക് എന്താ പറയുക വളരെ എളുപ്പമായിട്ട് എൻ്റെ പേഴ്സണലി എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ചാപ്റ്റർ. പക്ഷേ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ക്വസ്റ്റിൻ്റെ പിന്നിലുള്ള തിയറി അത്രയും നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓരോ കാര്യം ശ്രദ്ധിച്ചിട്ട് തന്നെ മനസ്സിലാക്കുക. ഞാൻ പറയുന്ന ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് എന്താ പറയുക വേറെ അടുത്തേക്ക് ശ്രദ്ധ പോകരുത്. ഇവിടത്തേക്ക് മാത്രമായിരിക്കണം ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ Fe3O4 അപ്പോൾ എന്താ ഇത് നമുക്ക് എക്സൈറ്റ് എടുക്കുക കാരണം നമുക്ക് അയണ്ട് അറിയില്ല. ഇത് -8 നിൽക്കുന്നുണ്ട്. അപ്പോൾ 3x + 4 × -2 = 0. അപ്പോൾ എന്താണ് ഇതിപ്പോൾ 3x = ഇവിടെ ഒരു -8 ഉണ്ട്, അപ്പുറത്ത് പോകുമ്പോൾ +8 ആവും. അപ്പോൾ 3x = 8 x = 8/3. പക്ഷേ ഞാൻ പിന്നെയും പറഞ്ഞ സ്ഥിതി ഫ്രാക്ഷണൽ ചാർജ് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. ദിസ് ഇസ് എ ബിഗ് വട്ടപൂജ്യം. ഇതിന് എന്ത് കിട്ടൂല? ഫുൾ മാർക്ക് കിട്ടൂല. ദെയർഫോർ ദ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയേൺ ഇസ് 8/3. ബട്ട് സ്റ്റോയിഷ്യോമെട്രിക്കലി ഇവിടുത്തെ നിങ്ങൾ കോമഡി ആണ്. ഇവിടുത്തെ ക്വസ്റ്റിന് ഇവിടെ സ്ട്രക്ചറൊന്നല്ല വരക്കേണ്ടത്. ബട്ട് സ്റ്റോയിഷ്യോമെട്രിക്കലി Fe3O4 ഇസ് എൻ ഇക്വിമലർ മിക്സർ ഓഫ് FeO ആൻഡ് Fe2O3. അപ്പോൾ എന്താ അതായത് ഇവർ പറഞ്ഞു വരുന്നത് നമ്മൾ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മൾ +1 ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ സ്റ്റോയിഷ്യോമെട്രീനെ പറ്റി പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബാലൻസിങ് നടക്കുന്നതെന്നല്ലോ. നമ്മളൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ബാലൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇക്വിമലർ മിക്സർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സർ ഓഫ് എന്താണ് ഇപ്പോൾ ഒരു 2 കോമ്പൗണ്ടിൻ്റെ മിക്സറാന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിക്സർ പ്ലസ് ഇതിൻ്റെ മിക്സർ അത് എന്ത് ക്വാണ്ടിറ്റിയിൽ മൊളാരിറ്റി സെയിം ആയിരിക്കും. സെയിം കോൺസെൻട്രേഷനിൽ ഇതിനും സെയിം കോൺസെൻട്രേഷനാണ് ഇതിനും സെയിം കോൺസെൻട്രേഷൻ. അപ്പോൾ എന്ത് കിട്ടും? ഒരു 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ ബേസിക്കലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ Fe3O4 ഈസ് എൻ ഇക്വിമലർ മിക്സർ. അതായത് ഈ Fe3O4 എങ്ങനെ ഉണ്ടായി വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ FeO ഇത് ഈക്വൽ കോൺസെൻട്രേഷനിലെടുത്ത് അതേപോലെ Fe2O3 ഇതൊക്കെ ആക്ച്വലി നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഒക്കെയാണ് ഈ സാധനങ്ങൾ ആക്ച്വലി. അപ്പോൾ എന്താ FeO എന്ന് പറയുന്ന കോമ്പൗണ്ടും Fe2O3 എന്ന് പറയുന്ന 2 കോമ്പൗണ്ട് ഈക്വൽ കോൺസെൻട്രേഷനിൽ എടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? Fe3O4 എന്ന് പറയുന്ന ഒരൊറ്റ കോമ്പൗണ്ടിന് കിട്ടിയത്. അപ്പോൾ ഫലത്തിൽ നമുക്ക് എന്ത് ചെയ്ത് ഈ കോമ്പൗണ്ടിനെ ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ ഇത് നമുക്കിപ്പോൾ എളുപ്പമായാലും ഇതിപ്പോൾ -6 അതേസമയം ഇതിപ്പോൾ 2x ഇത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? നിങ്ങൾ സെപ്പറേറ്റ് 2 കോമ്പൗണ്ടായിട്ട് തന്നെ പരിഗണിക്കുക. ഇതിൽ ചാർജ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ഇതിൽ ചാർജ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 2 ചാർജ് എന്തുണ്ടാവും? നമ്മളെ അയണ് പറയാനുണ്ടാവും ആദ്യമായിട്ട്. അപ്പോൾ ഓക്സിജൻ ഇതിപ്പോൾ 3 ഇല്ലോണ്ട് -6. അപ്പോൾ 2x = എന്താണ് -6. അപ്പോൾ x = 2x -6 അല്ല, ഞാനിപ്പോൾ വേറെ എഴുതുക കൂടി എഴുതാം അല്ലേ. 2x -6 = 0
അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 6, അപ്പോൾ x ഇസ് ഈക്വൽ ടു +3. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്മളെ കോമ്പൗണ്ടിൽ Fe2O3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നമുക്ക് അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് കിട്ടി? +3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നമുക്കിനി ഒന്നാമത്തെ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ട് എന്നാ? ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് FeO. ഇത് സിമ്പിളാണല്ലോ, -2. അപ്പോൾ ഇന്നതായിരിക്കും +2. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എന്താണ് ഇക്യുമുലർ നമ്മളെ എന്താണ് രണ്ട് കോമ്പൗണ്ടിന് മിക്സറാന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ രണ്ടാമത്തെ നമ്മളെ അയണിൻ്റെ ചാർജ് എന്താണ് രണ്ടാമത്തെ കോമ്പൗണ്ടിൽ അയണിൻ്റെ ചാർജ് +3 ആണ്. നമ്മൾ ഒന്നാമത്തേൽ അപ്പോൾ എന്താ വരിക? അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 വരും. അപ്പോൾ ദിസ് ഇസ് എ മിക്സ്ചർ ഓഫ് +2 ആൻഡ് +3 കോൺസെൻട്രേഷൻസ്. ഞാൻ പറഞ്ഞ മൊത്തം മാറിപ്പോണല്ലോ. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് +2 ആൻഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇങ്ങനത്തെ കോമ്പൗണ്ട്സിലല്ലോ ഇതിന് ഒറ്റ ചാർജ് മാത്രമല്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുമ്പിടി എന്നെല്ലാം പറയുന്ന പോലെ അവിടെയും കാണുന്നുണ്ട് ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അയണിന് +2 ചാർജ്, മറ്റേ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് FeOയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അയണിന് +2 ചാർജ്, Fe2O3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് അതിന് എന്താണ് FeO എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് +2 ചാർജ് വരും. അതേ സമയത്ത് Fe2O3 എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് നിൽക്കുന്ന സമയത്ത് അയണിന് +3 ചാർജ് വരും. അപ്പോൾ അങ്ങനെ എന്ത് നടക്കുന്നുണ്ട്? ആ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളിത് സെപ്പറേറ്റ് കോമ്പൗണ്ട് ആയിട്ട് തന്നെ പരിഗണന. FeO എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് വേറെ കണ്ടുപിടിക്കണം, അതിൻ്റെ അയണിൻ്റെ ചാർജ് കണ്ടുപിടിക്കണോ. Fe2O3 എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്ത ശേഷം അതിൻ്റെ ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ വരും. ഇത് ഇവിടെ സ്ട്രക്ചർ വരക്കേണ്ടി വന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലേക്ക് നമുക്കൊന്ന് എന്താണ് പിറകോട്ട് പോകേണ്ടി വന്നത്. അടുത്തത് ഇനിയും തീർന്നിട്ടില്ല, ഇനിയും 2 ഇതും കൂടിയുണ്ട്. ഈ 2 ക്വസ്റ്റ്യനിൽ എന്താണ് പിന്നെയും നമ്മളിതാ ഇവിടെ സ്ട്രക്ചർ പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചർ നമ്മളൊന്നും കൂടി ചെയ്യേണ്ടി വരും. CH3CH2OH ഇത് നമ്മളെ എത്തനോളാണ് ആക്ച്വലി. ഇത് നമ്മളെന്താണ് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കും. എത്തനോളാണ് ആക്ച്വലി ഇത്. അപ്പോൾ നമുക്കിതൊന്നും എന്താണ് കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ കാർബൺ 10 ഒരുമിച്ചിട്ട് എന്താ പറയുക ഹൈഡ്രജൻ 10 ഒരുമിച്ചിട്ട് ഓക്സിജൻ അങ്ങനെ എഴുതിയാൽ പോരാ. കാരണം ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എന്തിനാണ് കണ്ടുപിടിക്കേണ്ടത്? കാർബണിൻ്റെ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ C2 അതായത് 2 കാർബണ്, H6, H3, H2 പിന്നെ ഒരു H ഉണ്ട്. അപ്പോൾ 6 ഹൈഡ്രജന് പിന്നെ ഒരു ഓക്സിജനും. അപ്പോൾ ഇത് -2. അപ്പോൾ ഇത് എന്താണ്? ഇതൊരു +6 വരും, കാരണം ഇത് 6 ഉണ്ട്. ഇത് എന്താണ്? ഇപ്പോൾ 2 നമ്മളെ ഈ പറയുന്ന 2 കാർബണിലുണ്ട്. അപ്പോൾ എന്താ? 2x. അപ്പോൾ 2x +6 × +1 +1 × -2 = 0. അപ്പോൾ 2x = -4, x = -2. അപ്പോൾ എന്താ? therefore the average oxidation number of carbon is -2. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. കാർബൺ എന്ത് പറ്റൂല? -2 ഓക്സിഡേഷൻ നമ്പർ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി സ്ട്രക്ചർ വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരണം. ഓക്കെ, ഇവിടുത്തെ ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എനിക്കിത് സംഭവം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഇവരോട് എന്താ ഈ സൊല്യൂഷനിൽ ഉദ്ദേശിച്ചെന്നില്ല. ഇതെന്തായാലും ഇത്ര എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടുത്തെ വരെ ഓക്കെ, ഇവിടുത്തെ വരെ വേണ്ടിക്ക് വരും. പക്ഷേ ഇത്ര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരില്ല എന്തായാലും എക്സാമിന്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത് എന്താണ് എന്ന് പറയേണ്ടത് ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ന് പറയാം നമുക്ക് പാകം പറ്റിയിട്ടില്ല. എന്താ പറയുക അങ്ങനത്തെ രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. എനിക്ക് അതാ മനസ്സിലാകുന്നത് ഈ ഒരു സൊല്യൂഷൻ വായിക്കുമ്പോൾ. നമുക്കപ്പോൾ എന്തെടുക്കാം? നമ്മളെ ഇതിൻ്റെ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഈസ് -2 എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക ഈ ഒരു ക്വസ്റ്റ്യൻ വല്ലാതെ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയി പോകുന്നുണ്ട്. നമുക്ക് അത്ര ഡീപ്പായിട്ട് എന്തെങ്കിലും കടക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാഠത്തിൽ. കാരണം നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ വരെ പഠിച്ചു നോക്കുക. അതേപോലെ നമ്മൾ ഈയും പറയുന്നത് CH3COOH. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? C2H4O2 ആണ് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. അപ്പോൾ ഇത് 2x എടുക്കുക. അപ്പോൾ ഇത് +4 2 × -2 അപ്പോൾ 2x +4 അപ്പോൾ ഇത് 0 വരും. അപ്പോൾ 2x = 0, അപ്പോൾ x = 0 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0. അതായത് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ = 0. അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് വരില്ല എന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ. ഇതെന്തായാലും എക്സാമിനൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില ചോദ്യമൊന്നും ഒരിക്കലും എക്സാമിന് എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അധികം ഈ ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നത്. എനിക്ക് എന്താണ് ഇത് എനിക്കും കുറച്ചൊരു ഡൗട്ട് വരുന്നുണ്ട്. ഈ ഒരു എന്താണ് ഇതിൽ തിയറി വായിച്ചിട്ട് എനിക്ക് എന്തായാലും മനസ്സിലാകുന്നില്ല ഇവർ എന്താ ഇവിടെ ഉദ്ദേശിച്ചെന്നില്ല. ഇവർ ഈ ഒരു പറയുന്ന ഒരു അപ്രോച്ച് എനിക്ക് ചെറുതായിട്ട് മനസ്സിലായിരുന്നില്ല. എന്തായാലും ഈ ക്വസ്റ്റൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എക്സാമിന് എന്തായാലും വരാൻ പോകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ Fe3O4 വരെ ഞാനീ പറഞ്ഞ ലിക്വിമോളർ മിക്സർ ഓഫ് FeO ആൻഡ് Fe2O3. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് ഇതിൻ്റെ ഇത് ചാർജ് ഇങ്ങനെ കണ്ടുപിടിക്കണം, ഇതിൻ്റെ ചാർജ് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കണം.
അപ്പോൾ ഇവിടുത്തെ വരെ എന്ത് നിങ്ങൾ പഠിച്ചോ. ഈ 2 ക്വസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഞാനത് നിങ്ങളടുത്ത് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഇപ്പം ഞാൻ പറയുകയാണ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വെറുതെ ചെയ്ത് തല എന്തായാലും പിണ്ണാക്കാക്കേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ തൽക്കാലത്തേക്ക് വിട്ടേക്ക്. ഇതിനെ കൊണ്ട് നോ യൂസ്, ദിസ് വിൽ നോട്ട് കം ഫോർ ദ എക്സാം. ഈ 2 എന്തായാലും എക്സാമിന് വരാൻ പോകുന്നില്ല. ഇവിടുത്തെ വരെ എന്ത് ചെയ്യുക പഠിച്ചു നോക്കുക. അപ്പോൾ ഞാൻ പാർട്ട് 1 ഇത്ര ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ എത്രമാത്രം 25 മിനിറ്റോളം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഇത്രയും കോൺസെപ്റ്റ് ഇത്ര വരെയുള്ള കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എന്ത് ഇതെല്ലാം കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ല, ഇത് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് സ്ട്രക്ചർ വരക്കേണ്ടി വന്നു, ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് പിന്നോട്ട് എന്താ പറയുക മുൻപെപ്പോ ഇല്ല സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകേണ്ടി വന്ന്. അപ്പോൾ ഇതെല്ലാം കണ്ട് ദിസ് ഈസ് കോൾഡ് കെമിസ്ട്രി. ഇതാണ് യഥാർത്ഥ കെമിസ്ട്രി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റിയൽ റെഡോക്സ് റിയാക്ഷൻസ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ എളുപ്പമായില്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ നല്ല ടഫായില്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് ആവറേജ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതിന് ആൻസർ കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഓരോ സ്ട്രക്ചർ വരച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്ര വരെ നിങ്ങൾ ഈ ഒരു പാർട്ട് 1 ഭാഗമായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റണം. കാരണം ഇത് കുറച്ചും കൂടി A+ ലെവൽ ക്വസ്റ്റ്യൻ ആയത്. ഈ സ്ട്രക്ചർ വരച്ചിട്ട് ഇതൊക്കെ എൻ്റെ JEE മെയിൻസിനൊക്കെ ചെയ്യാനുണ്ട്. ഈ എൻട്രൻസ് ലെവൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനുണ്ട്. ഇങ്ങനെ സ്ട്രക്ചർ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എല്ലാം വരച്ചിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാറുണ്ടായിരുന്നു ഞാൻ. എൻ്റെ ഇപ്പോൾ പ്രിപ്പറേഷൻ ഭാഗമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ റെഡോക്സേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി പ്രാക്ടീസ് ചെയ്യുക. ഇത് JEE മെയിൻസ് ലെവലാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് എക്സസൈസ് ക്വസ്റ്റ്യൻ ആയത്, രണ്ടാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ എന്ത് ചെയ്യുക, പാർട്ട് 1 ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്തില്ല. പാർട്ട് 2 ഇനിയും ഇതാ കുറേ എന്ന് പറയേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പാർട്ട് 2 ഇതിൻ്റെ അടുത്ത ഡിസ്കഷനായിട്ട് വരാം. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനുള്ളതും പഠിക്കണം.